ഭാഗ്യവാരം. കുംഭരാശിക്കാരുടെ ജൂലൈ മാസത്തെ ഫലങ്ങളും വിശേഷങ്ങളും നമുക്ക് ശർമാജിയോട് ചോദിച്ച് മനസ്സിലാക്കാം. കുംഭരാശി അവിട്ടം ഒടുവിൽ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി ആദ്യത്തെ 45 നാഴിക, പൂരുരുട്ടാതി 3/4 ഭാഗം, അതായത് ഈ 2.25 നക്ഷത്രം കുംഭരാശി. ജൂലൈ ആദ്യ വാരവും ജൂലൈ അവസാന വാരവും പരിവർത്തനവും വിശേഷ കൂടിക്കാഴ്ചകളും വൈവാഹികവും പുതിയ തൊഴിൽ മേഖലകളും പുതിയ എഗ്രിമെൻറ്റുകളും ആയി സന്തോഷിക്കാനാൾ വരുന്ന ജൂലൈ ആദ്യവാരവും അവസാന വാരവും. അവസാന വാരം എന്നല്ല, 23-ാം തീയതി മുതൽ തന്നെ അതിൻ്റെ നന്മകൾ തുടങ്ങും. കുടുംബപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ദാമ്പത്യപരമായും സാമൂഹ്യപരമായും വ്യാപരിക്കുന്ന മേഖലകളിലും അനുകൂലമായ പരിവർത്തനങ്ങൾ, സന്തോഷകരമായ ദിനങ്ങൾ, സംതൃപ്തികരമായ അനുഭവങ്ങൾ ഇവയെല്ലാം ഉണ്ടാവും. 20-ഉം 21-ഉം തീയതികളിൽ അലക്ഷ്യമായ ആഹാരം, കുടിവെള്ളം ഇവ മുഖാന്തരം ആശുപത്രിയിലെത്തുകയോ ചികിത്സിക്കേണ്ടതായോ വരും. അതായത് അലക്ഷ്യം ആഹാരം, അല്ലെ അസമയത്തെ ആഹാരം, അല്ലെങ്കിൽ ശരീരം നോക്കാതെ ഉള്ള ജീവിതം, ഇവ ആശുപത്രിയിലെത്തിക്കുകയോ വൈദ്യസഹായം തേടേണ്ടതായിട്ടോ വരും 20-21 തീയതികളിൽ. ഈ ദിവസങ്ങളിൽ ശത്രുക്കൾ തലപൊക്കും, തടസ്സങ്ങൾ ഉരുണ്ടുകൂടും, സാമ്പത്തികങ്ങൾ മന്ദഗതിയിൽ ആകും, അനാരോഗ്യം വിഷമിക്കും, ആഹാര നിഹാര നിദ്രാദികൾ ഭംഗം വരിക, ക്ഷുഭിതം ആകുക, ഒരു അസംതൃപ്തി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊതുവെ ഈ 2 ദിവസങ്ങളല്ലാതെ ബാക്കി ദിവസങ്ങളിൽ തൊഴിൽപരമായും സാമ്പത്തികപരമായും പുതിയ എഗ്രിമെൻറ്റുകൾ, കൂടിക്കാഴ്ചകൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ ചുമതലകൾ, പുതിയ പരിവർത്തനങ്ങൾ, വൈവാഹികം, സാമൂഹികം, തൊഴിൽ മേഖല എന്നിവയിൽ ഉല്ലാസം, സന്തോഷം, അല്പം പണയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാനുള്ള അവസരങ്ങൾ, ഗ്രഹവസ്തുവാഹനാദികൾ മോടി പിടിപ്പിക്കുക, തൊഴിൽ മേഖലകൾ പരിഷ്കരിക്കുക, ഇപ്രകാരവും വരും. വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ്? വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഒരു 20-ഉം 21-ഉം തീയതികളിൽ അവരുടെ ആഹാരം, യാത്ര, പഠനം, പരീക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും 20-21 ഇൻ്റർവ്യൂവിലൊക്കെ കഷ്ടനഷ്ടങ്ങളും സമയത്തെത്താൻ വയ്യാതെ വരികയും ചോദ്യത്തിന് ശരിയായ ഉത്തരങ്ങൾ എഴുതാനും പറയാനും വയ്യാതെ വരികയും, ബിസിനസ്സുകാർക്കും കലാരാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ ദിവസങ്ങളിൽ പരാജയമോ ഷൗട്ടിങ്ങോ മറ്റ് എത്തിച്ചേരാൻ വയ്യാതെ വരികയോ പ്രതിസന്ധികളോ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭമോ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവും. ജൂലൈ ആദ്യവാരം, ജൂലൈ അവസാന വാരം കർമ്മരംഗം, തൊഴിൽ രംഗം, കുടുംബരംഗം, പുതിയ എഗ്രിമെൻറ്റുകൾ, സാമ്പത്തികം, സൗഹാർദ്ദം എന്നിവയെല്ലാം ഉണ്ടാവും. ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പരിശോധിച്ചിട്ട് വ്യാഴഗ്രഹം, ശുക്രൻ, ശനി ഈ 3 ഗ്രഹങ്ങളുടെ നൽപ്പുതിൽപ്പുകൾ, ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ശനി ഗ്രഹത്തെയും ശുക്രഗ്രഹത്തെയും വ്യാഴഗ്രഹത്തെയും പുഷ്ടിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ, പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തു വന്നാൽ കൂടുതൽ അധികസ്യ അധികം ബലം, എത്ര കണ്ട് സന്തോഷിപ്പിക്കുന്നു അത്രയും നല്ലത്. വരുന്ന ആഗസ്റ്റ് മാസം ഈ രാശിക്കാരുമായി പ്രേക്ഷകരുമായി കൂടിക്കാണുന്നോളം വരെ നമുക്ക് നന്ദി, നമസ്കാരം. മീനരാശിയിലെ ജൂലൈ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ശർമാജിയോട് ചോദിച്ചറിയാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 15 നാഴിക, ഉത്രട്ടാതി, രേവതി ഈ 2.25 നക്ഷത്രമാണ്
മീനം രാശി. ഈ രാശിക്കാർക്ക് വസ്തു, വീട്, വാഹനം, സ്ഥാപനം, പ്രവർത്തന മേഖലകൾ പരിഷ്കരിക്കുകയോ പുതുക്കുകയോ, ഇല്ലാത്തവർക്ക് അധീനതയിൽ വരികയോ, ഭൂമി, കെട്ടിടം, വാഹനം ഇവ പാർട്ടീഷൻ നടത്താനുള്ള സാഹചര്യങ്ങളോ, ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനോ ഒക്കെ ഉള്ള കാര്യങ്ങളും, പലവിധ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികപരമായും കുടുംബപരമായും ഭരണപരമായും തൊഴിൽപരമായും സാമൂഹ്യപരമായും വ്യാപരിക്കുന്ന മേഖലകളിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും, വിവാഹം മുതലായ മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനും ഉന്നതജന സംബന്ധമായിട്ട് സഹകരിക്കുവാനും, ഗ്രഹം, വസ്തു, വാഹനം മോടി പിടിപ്പിക്കാനോ വാങ്ങാനോ അധീനതയിൽ വരുവാനും, ഉള്ളവർക്ക് ഒന്നിലധികം ഭവനങ്ങൾ വരുവാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങളും, ചില പരിവർത്തന വിധേയമായ അന്തരീക്ഷങ്ങളും, ഉദര സംബന്ധമായും ത്വക്ക് സംബന്ധമായും ചില അസുഖങ്ങളും, മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും ചില ക്ലേശാനുഭവങ്ങളും ഉൾപ്പെടുന്നതാണ് ജൂലൈ മാസം. പൊതുവെ ഈ മാസത്തിൽ ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യം കൂടുതലും, മാസാവസാനത്തോടു കൂടി കുടുംബപരവും മാതൃവർഗപരമായിട്ടും ചില ക്ലേശാനുഭവങ്ങളും, ഉദര ത്വക്ക് സംബന്ധമായ ചില രോഗങ്ങളും ഒഴികെ ബാക്കി ആയുരാരോഗ്യക്ഷേമങ്ങൾ എല്ലാ തരത്തിലും ഭാഗ്യാനുഭവങ്ങളും വരുന്ന ഒരു കാലഘട്ടമാണ്. അവനവൻ്റെ ഗ്രഹനിലകൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി ജന്മശനിക്കാലമാണ്. ജന്മശനിക്കാലത്തിന് എല്ലാ കാര്യങ്ങളിലും ഇഴഞ്ഞു നീങ്ങുന്നതാണ്. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇത്യാദി കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവ ഏതെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കാം. വൈദ്യൻ, ഡോക്ടർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാലവും, വക്കീൽ, പോലീസ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ലീഗൽ കാര്യങ്ങളും, ജ്യോതിഷികൾ, സന്യാസിമാർ, മനഃശാസ്ത്രജ്ഞർ എന്നിവരെയൊക്കെ കാണേണ്ട അവസ്ഥകളും, മന്ത്രി, തന്ത്രി മുതലായവരെയൊക്കെ കാണേണ്ട അവസ്ഥകളും, താമസിക്കും ഭവനം, പ്രവർത്തിക്കും ജോലി, എടുക്കും തീരുമാനം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഗോൾഡ് എന്നിവ സംബന്ധിച്ച് കൂലങ്കഷമായി ചിന്തിക്കുകയും അവസ്ഥാന്തര വ്യത്യാസം വരുന്ന കാലഘട്ടവുമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യം കൂടിയിരിക്കും. ശർമ്മജി, സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ പറ്റും? സാമ്പത്തിക രംഗത്ത് ഈ രാശിപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ പണവും സാഹചര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളും അല്പസ്വല്പ സമ്പാദ്യങ്ങളും വരേണ്ട കാലഘട്ടങ്ങളാണ്. ചെലവുകൾ കൂടുമെങ്കിലും വരവും കൂടും. അടുത്ത ആഗസ്റ്റ് മാസം കൂടിക്കാണുന്നിടം വരെ ഏവർക്കും നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ